നമുക്കൊപ്പം കോഴിക്കോട് MP MK രാഘവനുണ്ട്. രാഘവേട്ട, അവിടെ പ്രതീക്ഷയോടെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അവിടെ വൈദ്യസഹായവും എല്ലാം ഏർപ്പെടുത്തി നമുക്ക് അർജുനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ മണ്ണ് മാറ്റാൻ കഴിയുമോ? അവിടെ അങ്ങനെയുള്ള കുഴിക്കലൊക്കെ നടക്കുന്നുണ്ടോ ഇപ്പോൾ? റഡാർ വന്നതിന് ശേഷമുള്ള പരിശോധനയിലാണ് ഒരു പോയിന്റിൽ സിഗ്നൽ കണ്ടത്. അത് വെച്ചുകൊണ്ട് അവിടെ മാർക്ക് ചെയ്തു. അവിടെ ഇപ്പം ഈ മണ്ണ് നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പ് ചെയ്ത ഭാഗം, അതായത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത ആർമി സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ലൊക്കേഷൻ സ്കെച്ച് ഇട്ടിട്ട് ആ ഭാഗം. അതെ, ലൊക്കേറ്റ് ചെയ്ത ഭാഗം മാർക്ക് ചെയ്തു. അവിടെ മണ്ണ് അവിടെയുള്ള എല്ലാ ഈ പറയുന്ന ഇറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഇനിയിപ്പോൾ ഇതാണോ അല്ല മറ്റു വല്ല ഇതുമാണോ നമുക്കറിയില്ല. പക്ഷെ അവിടെ വളരെ നന്നായി മണ്ണ് നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആഴത്തിലേക്ക് കുഴിക്കുകയാണോ? 8 മീറ്റർ ആഴത്തിൽ ലോഹ സാന്നിധ്യമെന്നാണ് ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിൽ കാണിച്ചതെന്നാണ് അറിഞ്ഞത് നമ്മൾ. അതെ, അതിപ്പം ചെയ്തുകൊണ്ട് അവിടെ മണ്ണ് റിമൂവ് ചെയ്തുകൊണ്ട് കാണാം. മണ്ണ് കൂനയുണ്ടായിരുന്നു, അപ്പോൾ അത് നീക്കുകയാണ്. അതുകൂടാതെ കുറച്ചും കൂടി താഴെ പോകുമായിരിക്കാം. അപ്പോൾ എത്ര അടി മണ്ണ് നീക്കേണ്ടി വരും? അതായത് നേരത്തെ ഏകദേശം പൂർണ്ണമായൊക്കെ അവിടെ നിന്ന് മണ്ണ് നീക്കിയെന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അവിടെ താങ്കൾ നേരിട്ട് കണ്ടത് എന്താണ്? അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ റഡാർ വന്നതിന് ശേഷമാണ് ഓരോ പ്രദേശത്തും ഓരോ സ്ഥലത്തും നിന്ന് റഡാർ വെച്ച് നോക്കുകയാണ്. മെറ്റലിൻ്റെ എന്തെങ്കിലും അംശമുണ്ടോ നോക്കുകയാണ്. അങ്ങനെ ഒടുവിൽ കണ്ടെത്തിയ വളരെ ഒരു മൺതിട്ട തന്നെ ഒരു സ്ഥലത്ത് ഒരു മൂലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നോക്കി, അവിടെ സിഗ്നൽ കിട്ടി. അവിടെയുള്ള മണ്ണ് റിമൂവ് വേണ്ടി പറഞ്ഞ് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കാനാവും അവിടെ. അതായത് ആ മലയിടിഞ്ഞ് താഴേക്ക് ഇരുന്നു പോയ പ്രദേശമായിരിക്കും അല്ലേ അത്? അതെ നോക്കിക്കൊണ്ടിരിക്കാണ്. അതൊരു തിട്ട പോലെ കിടക്കുകയാണോ? നീളത്തിലാണോ? എന്താ കണ്ടത്? അതെ, നീളത്തിലാണ്. ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നീളത്തിലാണോ? ഒരു 10 മീറ്റർ ഒക്കെ ഉണ്ടോ? അതെ, നീളത്തിലാണ് മാർക്കറ്റിൽ. അത് അവിടെ മണ്ണ് റിമൂവ് ചെയ്യുന്ന പ്രവൃത്തിയിൽ എല്ലാവരും ഏർപ്പെട്ടിരിക്കുകയാണ്. മിലിറ്ററിയും അതുപോലെ തന്നെ NDRFും അതുപോലെ ഈ മറ്റ് സന്നദ്ധ സംഘമുണ്ട്. അവരെല്ലാം ഒരുപോലെ അതിനു വേണ്ടി ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുകളിൽ വലിയൊരു പാറ ഞാൻ ആ വിഷ്വലിൽ കണ്ടതാണ്. വലിയൊരു പാറയും 3-4 പാറ കഷണങ്ങളും ഒക്കെ ഉണ്ട്. ഒരു മരം കടപുഴകി കിടക്കുന്നുണ്ട്. അത് തന്നെയല്ലേ സ്ഥലം? അത് അവിടെ നിന്ന് കുറച്ചും കൂടി പിന്നെ ലെഫ്റ്റ് സൈഡിലാണ്. നേരെ അവിടെ നിന്ന് വരിക, കുറച്ചുകൂടി മുമ്പിലോട്ട് വരികയാണ്. അപ്പോൾ ആ പാറയൊക്കെ എടുത്ത് കളയേണ്ടി വരുമല്ലേ? അതിന് താഴെയല്ലേ കുഴിക്കേണ്ടത്? അതെ. മണ്ണ് നീക്കം നടന്നു വരികയാണ്. നേരത്തെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ MK രാഘവൻ, അതായത് നേരത്തെ ആ പാറ ഉണ്ടായിരുന്ന ഭാഗത്തേക്കൊന്നും JCB പോയിട്ടേ ഇല്ല. കഴിഞ്ഞ ദിവസമൊന്നും ഞാൻ കണ്ടതേ ഇല്ല. അങ്ങ് കണ്ടെങ്കിൽ തിരുത്താം. അവിടെയൊന്നും JCB ഉപയോഗിച്ച് ഒരു അല്പം പോലും മണ്ണ് നീക്കാത്ത സ്ഥലമല്ലേ അത്? അല്ല, JCB പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. JCBക്ക് ആ ഭാഗത്ത് പോയി. ഒന്ന് എനിക്ക് തോന്നുന്നത് ഈ റഡാർ വന്നതിന് ശേഷമുള്ള ഈ പരിശോധന, ആഴത്തിലുള്ള പരിശോധന ഡെപ്തിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിഗ്നൽ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതും കൂടി ഏതായാലും ഇവിടെ ഈ പറയുന്ന നീക്കം നടന്നു വരികയാണ്. എത്ര JCBകൾ ഉണ്ട് ഇപ്പോൾ അവിടെ? ഇപ്പം എനിക്ക് തോന്നുന്നത് 5-6 കാണുമായിരിക്കും എനിക്ക്. അതെ, ഒരേ സമയം ഇതെല്ലാം അവിടെ തന്നെ, ആ മാർക്ക് ചെയ്ത ഭാഗം തന്നെ അവിടെ തന്നെയാണ് നോക്കുക. നേരത്തെ വഴിയിലും മറ്റു പലയിടത്തുമായി ഒരേ സമയം നീക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. അതിപ്പോ മാറി ഇപ്പൊ അവിടെ നോക്കുകയാണ്. കാരണം ഈ സിഗ്നൽ കിട്ടിയോണ്ട് അവിടെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത ലൊക്കേഷനിലാണ്, അവിടെയാണ് ഇപ്പം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഇന്നാണ് മാർക്ക് ചെയ്ത ഒരു ഭാഗം കുഴിക്കുന്നത് അല്ലേ? അതെ. അതൊക്കെ എന്ത് കഷ്ടമാണ് ശ്രീ MK രാഘവൻ. നമ്മൾ ആദ്യമേ ഈ റഡാർ വന്നതിന് ശേഷം അല്ലല്ല, നേരത്തെ തന്നെ ഈ മണ്ണ് ഈ ഒരു വലിയ ഫോഴ്സിലാണ് ഇത് വന്ന് വീണിട്ട് നമ്മൾ ആലോചിക്കണം. ആ പുഴയിൽ തന്നെ തുരുത്തുണ്ടായിരിക്കണം മണ്ണ് വന്ന് ഈ കയറിയ ശേഷം. തൊട്ട് പുഴയുടെ അക്കരെ ഉണ്ടായിരുന്ന 3 വീടുകൾ അങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥ ആലോചിക്കണം. അപ്പൊ ആ മണ്ണ് എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ഞങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് പറഞ്ഞാൽ നിൽക്കാൻ ഇന്ന് 2 ദിവസം വരെ കഴിയുമായിരുന്നില്ല. അത്രമാത്രം മണ്ണിന്റെ ഒരു കൂനയായിരുന്നു ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ നീക്കം ചെയ്തു. മണ്ണ് നീക്കൽ ചെറിയ പണിയല്ല അവിടെ. കാരണം ഒന്ന് മഴ വീഴുന്നു, പ്രതികൂല കാലാവസ്ഥ, മണ്ണും ചളിയും എല്ലാം ഒരുപോലെ വരുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ഒരു
വർക്കെടുക്കുന്ന ആലോചിക്കണം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഇത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയത് 8 അടി താഴ്ചയിലാണോ 8 മീറ്റർ താഴ്ചയിലാണോ? എനിക്കൊന്ന് 8 മീറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. 8 മീറ്റർ ആയിരിക്കും. അപ്പോൾ കുറച്ചധികം മണ്ണ് നീക്കേണ്ടതുണ്ട്. അത് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. 8 മീറ്റർ എന്ന് പറയുമ്പോൾ അതൊരു 10-25 അടി വരില്ലേ? വരും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ ലോറിയുടെ ഹൈറ്റിനേക്കാൾ മുകളിൽ അപ്പോൾ മണ്ണുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷയോടെ മണ്ണുണ്ട്. ആ മണ്ണാണ് നീക്കുന്നത്. ലോറി അവിടെ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു ഭാഗം നിലക്കാണ് നേരത്തെ എല്ലാവരും പറഞ്ഞത്. നേരത്തെ പാർക്ക് ചെയ്തത് കണ്ട ആളുകൾ, ദൃക്സാക്ഷികളൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു. ഈ 8:15 അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് വരെ കണ്ടവർ, അപകടം നടക്കുമ്പോൾ ആകെ ഒരു ബുള്ളറ്റ് ടാങ്കർ മാത്രമാണ് ഒഴുകിപ്പോയതെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒക്കെ പറഞ്ഞു. അവരെപ്പോഴും ഈ ലോറി ഒഴുകിപ്പോകുന്നതൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ വീഴുന്നത് കണ്ടില്ല എന്നൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ പോലും പറയുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷയോടെയാണ് ചോദിക്കുന്നത്, അങ്ങ് അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അല്ല, നമ്മള് എങ്ങനെങ്കിലും അർജുനെ കണ്ടെത്തുക, രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്തയിലും ഒരു പ്രാർത്ഥനയിലുമാണ് സത്യം പറഞ്ഞാൽ. ലോകം മുഴുവനുള്ള ഞാനൊക്കെ ഇവിടെ വരാനുള്ള കാരണം അതാണ്. തീർച്ചയായും ലോകം മുഴുവനുള്ള മലയാളികൾ ഈ ഒരു നല്ല വാർത്ത കേൾക്കാനാണ്, അർജുനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നൊരു നല്ല വാർത്ത കേൾക്കാനാണ് കാത്തിരിക്കുന്നത്. അവിടെ ഈ ആംബുലൻസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തയ്യാറല്ലേ? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. എല്ലാമുണ്ട്. താങ്കൾ ഇപ്പോൾ മഴ പെയ്തപ്പോൾ അവിടെ നിന്ന് മാറിയോ, അതോ അവിടെ തുടരുകയാണോ? അല്ല, ഞാൻ അവിടെ നിന്ന് ഇപ്പം പുറത്തേക്ക് വന്നു. നമ്മുടെ ലോക്കൽ MLA കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു മീറ്റിംഗ് പറഞ്ഞിരിക്കുക. അദ്ദേഹമാണ് മോണിറ്ററിംഗ് നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും. താല്പര്യമെടുത്ത് സതീഷ് സെയിൽ ഇക്കാര്യത്തിൽ വളരെ നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു സർക്കാർ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അദ്ദേഹം മിലിറ്ററി ഒഫീഷ്യൽ കൊണ്ടുവന്ന റഡാറിന് പകരം മറ്റൊരു റഡാർ, നേവിക്കണ്ട് ഉപയോഗിക്കുന്ന റഡാർ, സ്വകാര്യ സ്ഥാപനത്തിന്റെ കയ്യിലുള്ള റഡാർ കൂടി അവിടെ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം.